എൻ്റെ പൊന്നെ ഇന്ന് രാവിലെ തന്നെ കോരി ചൊരിഞ്ഞ മഴയായിരുന്നു. ഈ കോരി ചൊരിഞ്ഞ മഴയത്ത് നമ്മളെന്താ കഴിക്കുക? പുട്ടില്ലേ, നല്ല ചാവി വറക്കണ പുട്ട്. വെറുതെ കഴിച്ചാൽ പോരാ, പുട്ടും മാമ്പഴം കഴിച്ചു അടിപൊളി. പിന്നെ എന്തിൻ്റെ കാക്കുള്ളതുകൊണ്ട് എനിക്ക് എല്ലാ പണിയും എളുപ്പമാവും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ മാറ്റി ഒരുങ്ങി പോണേ എങ്ങോട്ടാണ്? ഹോസ്പിറ്റലിൽ കേട്ടോ. പിന്നെ ആകെ ഒരു സൺക്രീമാണ് ഇടമായ, അപ്പോൾ അതും ലാഭം. അപ്പോൾ നമ്മളിതാ ഹെൽമെറ്റെല്ലാം നായനെറിഞ്ഞ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. കാക്കു നായനെറിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഹെൽമെറ്റ് ഇടുന്നത് പോലീസിനെ പേടിച്ചിട്ടാണല്ലോ, നമ്മളെ പേടിച്ചിട്ടല്ലല്ലേ. പിന്നെ എൻ്റെ കാക്കുവിൻ്റെ കൂടെ പോകുമ്പോൾ എനിക്ക് ഏറ്റവും സേഫായി തോന്നല് കേട്ടോ. എനിക്ക് നല്ലൊരു സേഫായിട്ടാണ് തോന്നലിട്ട് എൻ്റെ കാക്കുവിൻ്റെ കൂടെ ഇങ്ങനെ പോകുമ്പോൾ. 14 വയസ്സിൽ പോകാൻ തുടങ്ങിയതല്ലേ, അപ്പോൾ ആ ഒരു ഇത് എപ്പോഴും ഉണ്ടാവുമല്ലോ നമുക്ക്. പിന്നെ നമ്മളിത് ഊടുവഴി കൂടെയൊക്കെ പോയി ക്യാമറ കട്ട് ചെയ്തിട്ടാണ് പോണേ. പിന്നെ ഹോസ്പിറ്റലിൽ എത്തി തന്നെ അവിടെ ഇറക്കിയിട്ട് കാക്കു പള്ളിയിൽ പോയിട്ടോ. പിന്നെ ഞങ്ങൾ സ്കാനിങ് ഒക്കെ ചെയ്തിട്ടതേ ഇത് കഴിക്കാൻ പോയി. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഇവിടുന്ന് കഴിച്ചിട്ടോ. പക്ഷെ ഒന്നിനും കൊള്ളൂല, എനിക്ക് തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും വാങ്ങിച്ചല്ലേ വിചാരിച്ച് ഞാൻ എന്തൊക്കെ കാട്ടി അത് കുത്തി വീങ്ങിട്ടോ. പിന്നെ നമ്മൾ നേരെ പോണത് ബഡ്ജറ്റ് കണ്ട്, ഇതിൻ്റെ തൊട്ടടുത്താണ് ബഡ്ജറ്റ്. പിന്നെ ഞാൻ 4 ആളെ കണ്ട പന്തം കണ്ട പിരിച്ചായ പോലെ ആയിരിക്കും കേട്ടോ. അപ്പം നമ്മളവിടെ കയറി. അവിടെ ഒന്നും മേടിക്കാൻ കയറില്ല, പക്ഷെ അവിടെ ചിലപ്പോൾ എനിക്ക് എല്ലാം വേണം കേട്ടോ. അപ്പോൾ അവിടുന്ന് എല്ലാം എന്നെ കാക്കും ഇങ്ങനെ തള്ളി കൊണ്ടുപോകട്ടോ, സൈഡ് വലിവ് പോലെ ഇങ്ങനെ കൊണ്ടുപോകട്ടോ. അപ്പം നമ്മളെല്ലാം നോക്കുന്നേ ഉള്ളൂ, ഒന്നും മേടിച്ചില്ല കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മളെല്ലാം കണ്ട് എല്ലാ ഗ്ലാസ്സുകളെയൊക്കെ നോക്കിട്ടോ. നോക്കി പിന്നെ ഞാനിതേ ക്ലാസ്സിൻ്റെ അവിടേക്ക് എത്തി. എനിക്കിത് കാണുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. വീട്ടിലെത്തി എല്ലാം പൊട്ടിക്കാൻ ഞാൻ മുന്നിക്കുണ്ട് കേട്ടോ. പിന്നെ മോനൊരു കോട്ട് നോക്കി. അപ്പോൾ ഇതിലേറെ വിലയിൽ നമ്മുടെ കടയിൽ കിട്ടുന്ന കാക്കൂൻ്റെ ഒരു കമൻറ്റ് കേട്ടോ. പിന്നെ നമ്മളൊരു ചവിട്ടി എടുത്തിട്ടോ. ഇത് നല്ല ഓഫർ ഉണ്ടായിരുന്നു, 2 ചവിട്ടി എടുത്ത്. പിന്നെ ഇതേ കാക്ക വാങ്ങിച്ച്. പിന്നെ നമ്മളൊരു ജ്യൂസ് കൂടി എനിക്കൊരു ജ്യൂസ് വാങ്ങിച്ചെന്ന്. അപ്പോൾ ആ ജ്യൂസും കുടിച്ചത് 500 രൂപ ബില്ലാക്കിയിട്ടാട്ടോ വരുന്നത്. വെറുതെ കയറിയത് ഞാൻ. ഇപ്പോൾ 500 രൂപ ബില്ലാക്കി. 2 ചവിട്ടി, ഒരു കിച്ചൺ ടവലെടുത്ത്. പിന്നെ ഈ കളിയാക്കി ചിരിക്കുന്നത് എന്താണെന്നറിയാം, എന്നെ കണ്ടിട്ട് ഈ വെള്ളപ്പൊക്കക്കാരൻ മാതിരി ഉണ്ട് എന്നാട്ടോ പറയുന്നത്. അവിടുന്ന് നമുക്ക് കവറൊന്നും കിട്ടില്ല, അപ്പോൾ ഇതൊക്കെ വാരി വലിച്ച പോലെ. പിന്നെ ഞാൻ കാക്കൂന് ഒരു ചായ കൂടിയും കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചായയും കാക്കൊരു ചായയും കുടിച്ച്. പിന്നെ അതേ ഫ്രൂട്ട്സ് കട ചെന്നപ്പോൾ എൻ്റെ അല്ലോ, ഈ ഫ്രൂട്ട്സ് കട നോക്കി ഫ്രൂട്ട്സ് കൊണ്ട് അലങ്കരിച്ച് വെച്ചിക്കട്ടെ. അപ്പോൾ അവിടുന്ന് ഫ്രൂട്ട്സും വാങ്ങി. പിന്നെ നമ്മൾ വീട്ടിലെത്തി ചോറുന്നു, അത്രയും.